വർഷങ്ങളായ കട്ടിയാക്കി കൊണ്ടേ കിടന്നു. അപ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് ആയപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കാരക്കോണത്തിന് ആശുപത്രിക്ക് കൊണ്ടുപോയി 4 മാസം ഇരിക്കുന്നുണ്ട്. 2 മാസം ആയിരുന്നു കാരക്കോണ ആശുപത്രിയിൽ 2 കട്ടി ഉണ്ടായിരുന്നുണ്ട്. അത് ഒന്നിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു വലിയ കട്ടി ചെക്ക് ചെയ്യാൻ കൊടുത്തിരുന്നു. കൊടുക്കുന്ന കട്ടി നോക്കിയപ്പോൾ കാണാൻ റിസൾട്ട് 2 ഒരുപോലെയായിരുന്നു. ക്യാൻസർ ആണെന്ന് തെളിയിച്ചിരുന്നു. ഈശോയുടെ നാമത്തിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസമില്ല. ഇവിടുത്തെ പ്രാർത്ഥന ബന്ധപുസ്തകമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലാത്ത ഒരു പ്രാർത്ഥനയായിരുന്നു. പക്ഷെ മിനിഞ്ഞാന്ന് ഒരു സ്കാൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. ഇതെന്താ ഈശോയുടെ പദ്ധതിയായിരിക്കും. സ്കാൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. അന്ന് രാത്രി തന്നെ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ സുഖയില്ലാത്ത ഭദ്രയുടെ അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസർ എന്ന് തെളിയിക്കുന്നു, നാളെ സ്കാൻ എടുക്കാൻ പോകണം. അപ്പം ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ റിസൾട്ടിൽ ഒരു കുഴപ്പമില്ലാതെ ഈശോയുടെ വിടിവിക്കുന്നു പറഞ്ഞിരുന്നു. വീണ്ടും കുറച്ച് നേർച്ച വെള്ളം ബ്രദർ തന്നത് കാച്ചു തന്ന വെള്ളം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അയാൾ പറഞ്ഞിരുന്നത് നാളെ ഞാൻ ആശുപത്രി സ്കാൻ എടുക്കാൻ പോകുമ്പോൾ വെള്ളം കുടിച്ചിട്ട് പോകണമെന്നില്ല. മിനിഞ്ഞാന്ന് രാത്രി തന്നെ ബ്രദർ ഫോൺ ചെയ്ത് വിളിച്ചത് ബ്രദർ പറഞ്ഞ് എടുത്തോണ്ടായിരുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ അവൻ അടുത്ത കിട്ടിയാണ് ഞാൻ കൊണ്ട് കൊടുക്കാൻ മരുന്ന് തുള്ളിമരുന്നാണ് കുടിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ആർക്ക് പോയി കയറുന്നുണ്ട്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഈ പോണേ കൊണ്ട് അതൊന്നും അടുത്ത് പോയി ചെന്നിയുടെ കയ്യിൽ പോവാണ് കൊടുത്തു. അപ്പം ചെന്നിയിൽ വെച്ച് ശക്തമാണ് ബ്രദർ പ്രാർത്ഥിച്ച് പേര് ചോദിച്ചെടുത്ത് ഞാൻ പേര് പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു. ഇന്നത്തെ സ്കാനിൽ നോക്കിയപ്പം ആയിട്ട് സ്കാന് പൂർണ്ണമായ ഉത്തരവാദിത്തോടെ പറഞ്ഞിരിക്കുന്നു. അസുഖമൊന്നുമില്ല, വലിയ എഴുതുന്നുണ്ടെന്ന് നോക്കിയിരിക്കുകയാണ്. ഇത്രയും അനുഭവം ചെയ്ത ഈശോയ്ക്ക് വീണ്ടും വളർത്തിനുള്ള കൂടെ അനേക മക്കൾ ഇവിടെ സാക്ഷ്യം പറയാനുള്ള ശക്തി ഈശോ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു. ഈശോയെ നന്ദി. ക്യാൻസർ രോഗത്തെ കർത്താവ് മാറ്റി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ കൂടെ പറയാം, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു.